ഡോണ്ട് സ്മെൽ ദ ബ്രെഡ് ഓഫ് മൊവാബ്. മൊവാബി അപ്പം മണക്കരുത്, മൊവാബ്യൻ്റെ അപ്പം മണക്കരുത്. നമുക്ക് ദൈവം നമ്മുടെ മുമ്പിൽ ഭക്ഷണം വെച്ചിട്ടുണ്ട്. നമ്മുടെ ഭക്ഷണം നല്ലതാണെന്ന് മനസ്സിലാക്കാതെ വല്ലയിടത്തുമൊക്കെ പോയി ഭക്ഷണം കഴിക്കുന്ന ഒരു പ്രകൃതി നമുക്കെല്ലാം ഉണ്ട്. നമ്മുടെ ഭവനത്തിലുള്ളതിൻ്റെ നന്മ നമ്മൾ വിളിച്ച് അല്ലെങ്കിൽ മനസ്സിലാക്കാതെ എല്ലാവരുടെയും നല്ലതാണെന്ന് വിളിച്ച് പറയുന്ന സ്വഭാവം പല വിശ്വാസികൾക്കും ഉണ്ട്, നമുക്കും ഉണ്ട്. ഞാൻ എടുക്കുന്നത് റൂത്തിൻ്റെ ബുക്കിൽ നിന്നാണ്. അതായത് മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന ദൈവം നമ്മുടെ കൂടെ വന്നിരിക്കുന്നു. ആരെയാണ്? മരിച്ചവർ. റൂത്തിൻ്റെ ബുക്കെന്ന് പറയുമ്പോൾ വീണ്ടെടുപ്പിനെ കുറിച്ചാണ്. നമുക്ക് വീണ്ടെടുക്കുക, എവിടെയോ നഷ്ടപ്പെട്ടു പോയതിനെ വേദപുസ്തകം മുഴുവനും വീണ്ടെടുപ്പാണ്. അപ്പം മനുഷ്യകുലം മുഴുവനും ദൈവത്തിൻ്റെ മക്കളാണ്. കുറേ പേരെ ദൈവം തിരഞ്ഞെടുത്ത് വിളിച്ചു മാറ്റിയവരാണ് യഹൂദന്മാർ. എന്നാൽ ജനത മുഴുവനും ദൈവത്തിൻ്റെത് തന്നെയാണ്. കർത്താവ് ഉൽപ്പത്തി പറഞ്ഞിരിക്കുന്നത്, ഞാൻ എൻ്റെ ഛായയിൽ എൻ്റെ സ്വരൂപത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അപ്പോൾ എല്ലാ വ്യക്തികളിലും ദൈവസ്നേഹം ഒഴുകുന്നുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് റൂത്ത് ഒരു മൊവാബ്യ സ്ത്രീ തന്നെയാണ്. അന്ന് യഹൂദനെ സംബന്ധിച്ചിടത്തോളം മൊവാബ്യ സ്ത്രീകളുമായി മൊവാബ്യരുമായിട്ട് ഒരു ബന്ധവുമില്ല. കാരണം മൊവാബ്യറ്റ്സ് അല്ലെങ്കിൽ അമോറൈറ്റ്സ് രണ്ട് കൂട്ടരാണ്. അത് ലോത്തിൻ്റെ മൂത്ത മകളിലുണ്ടായ മക്കളെയാണ് മൊവാബൈറ്റ്സ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ മകളിലുണ്ടാക്കുകയാണ് ആമറൈറ്റ്സ് എന്ന് പറയുന്നത്. ഈ മൊവാബി സ്ത്രീകളെന്ന് പറയുമ്പോൾ ഈ ലോത്ത് സൊദോം ഗൊമോറയുടെ തീ കത്തിക്കുന്ന സമയത്ത് ലോത്തിനെ ദൈവം രക്ഷിച്ചു. ലോത്തിൻ്റെ ഭാര്യയോട് ദൈവം പറഞ്ഞു, നീ ഇത് പുറകോട്ട് തിരിഞ്ഞ് നോക്കല്ലേ, എന്തായാലും സ്ത്രീകളല്ലേ, പുറകോട്ട് തിരിഞ്ഞ് നോക്കി അവർ ഉപ്പുതൂണായി മാറി. അതോടുകൂടി ലോത്തിന് ഭാര്യ നഷ്ടപ്പെടുകയാണ്. ഒരു ഭർത്താവിൻ്റെ കൂടെ ഒറ്റ നിൽക്കേണ്ടിയ ഭാര്യമാർ പുറകോട്ടും നോക്കി അപ്പുറത്തേം നോക്കി അങ്ങപ്പുറത്തെ ഭർത്താവ് നല്ലതാണ്, അവിടെ കാറുണ്ട് ഇവിടെ വീടുണ്ട് എന്നൊക്കെ നോക്കി കഴിയുമ്പോൾ നമ്മുടെ ഭർത്താവിൻ്റെ വിലയാണ് പോകുന്നത്. നമുക്കെല്ലാം അറിയാതെ നമ്മുടെ കൊച്ചു മക്കളിൽ നമ്മളിലൊക്കെ നമ്മൾ അപ്പുറത്തും ഇപ്പുറത്തും നോക്കും. അതൊരു നല്ല സ്വഭാവം എന്ന് വെച്ചാൽ നല്ലതല്ല, പക്ഷേ മിക്കവരിലും അതുണ്ട്, അറിഞ്ഞവർ. നമ്മൾ ഓർക്കണേ, സത്യദൈവത്തിൽ ഉറപ്പില്ലെങ്കിൽ നമുക്ക് ഈ സ്വഭാവം കയറി വരും. അപ്പോൾ ഈ മൊവാബ്യ സ്ത്രീ എന്ന് പറയുന്നത് ലോത്തിൻ്റെ ഭാര്യ ഉപ്പുതൂണായതോടുകൂടി ലോത്ത് തന്നെയായിപ്പോയി. പിന്നെ 2 പെൺമക്കൾ. ഇവർ ഈ സൊദോം ഗൊമോറ തീ കത്തി ചാമ്പലായി കഴിയുമ്പം ഈ അപ്പനും 2 പെൺമക്കളും തന്നെയാകുന്നതാണ്. അവർക്ക് അടുത്ത തലമുറകളില്ലാതാകുമ്പം അവർ തന്നെ തീരുമാനിച്ചിട്ട് അപ്പനെ കൊണ്ട് കള്ളു കുടിപ്പിച്ചിട്ടുണ്ടായ മക്കളാണ് മൊവാബ്യറ്റ്സ്, മൂത്ത മകളിൽ കൂടെ. രണ്ടാമത്തെ മകളിൽ കൊണ്ട് ആമറൈറ്റ്സ് എന്ന് പറയും. അപ്പോൾ ഈ 2 പേരും സത്യദൈവത്തിൻ്റെ വിശ്വസ്തതയിൽ നിന്ന് മാറി ദൈവത്തിന് വിപരീതമായിട്ട് മ്ലേച്ഛത ചെയ്തു ഉണ്ടായത്. അതുകൊണ്ടാണ് മൊവാബിയസ് എന്നൊക്കെ പറയുമ്പോൾ അവരുടെയൊക്കെ ഹോമോസെക്ഷുവാലിറ്റി ഒത്തിരി കൂടുതലുള്ള ഒരു ജനതയാണ്. കാരണം തെറ്റിക്കൂടാണ് എല്ലാം ഉണ്ടായതിന്. എന്നിട്ട് അത് തെറ്റ് ശരിയാണെന്നും പറയുന്നൊരു കാലം അത് ഇന്നും ഉണ്ട്, അന്നും ഉണ്ടായിരുന്നു. അപ്പോൾ റൂത്തിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ റൂത്തെന്ന് പറയുന്നവൾ എല്ലാം തികഞ്ഞവളൊന്നും അല്ലായിരുന്നു. പക്ഷെ അവൾക്കൊരു പ്രത്യേക സ്വഭാവം ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ സത്യത്തെ കണ്ടിട്ട് അവൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതാണ് ആ ദൈവത്തിൻ്റെ സത്യം മനസ്സിലാക്കാൻ തക്കവണ്ണം റൂത്തിലൊരു നന്മയുണ്ടായിരുന്നു. ഇവിടെ ഈ റൂത്തിൻ്റെ ബുക്ക് തുടങ്ങുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന ന്യായാധിപന്മാരുടെ കാലത്താണിത് നടക്കുന്നത്. അവിടെ ഭക്ഷണത്തിന് ക്ഷാമം വന്നപ്പം ഈ യഹൂദയിലെ, അതപ്പോൾ യഹൂദനാണ് ഓർക്കണം, ബേത്ലഹേമിലുള്ള ഒരാൾ എന്തോ അവിടെ ഭക്ഷണമില്ലാഞ്ഞിട്ട് തൻ്റെ ഭാര്യയും 2 പുത്രന്മാരുമായിട്ട് മോവാബ് ദേശത്തേക്ക് പരദേശിയായി പോകുന്നു. നമ്മളിവിടെ നിർത്താം. അതായത് നമുക്ക് ക്ഷാമം വരുമ്പം, നമുക്ക് പ്രയാസം വരുമ്പം ദൈവം തമ്പുരാൻ യഹൂദന്മാരോട് പറഞ്ഞിട്ടുള്ളത്, ഞങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ട് ഞാൻ മന്ന പൊഴിച്ചിട്ടുള്ളവനാണ്, പക്ഷെ അതെല്ലാം മറന്നുപോയല്ലോ. എന്നിട്ട് അവരവരുടെ ബുദ്ധി ഉപയോഗിച്ച് മൊവാബ്യ ദേശത്ത് ഭക്ഷണമുണ്ട്, അവിടെ പോയി താമസം. ദൈവത്തോട് ചോദിച്ചിട്ടാണോ പോയി ചോദിച്ചത്? അല്ല, ദൈവത്തോട് ഒരിക്കലും ചോദിച്ചിട്ടില്ല. ദൈവത്തോട് ചോദിക്കാതെ ഇവർ 2 പേരും, അതായത് നവോമിയുടെ ഭർത്താവും, അയാളുടെ പേര് എലിമേലേക്ക്, പിന്നെ 2 മക്കൾ മഹ്ലോൻ ആൻഡ് കില്യോൻ. മഹ്ലോൻ മീൻസ് അസുഖം, കില്യോൻ മീൻസ് ക്ഷയം.
നല്ല പേരുമാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ മക്കൾക്ക് പേര് കൊടുക്കുമ്പോൾ ഓർക്കണേ, നല്ല പേര് ദൈവത്തിലുണ്ട്, വചനത്തിനകത്തുണ്ട്. അത് കൊടുക്കുന്നതിന് വരെ ഇങ്ങനത്തെയൊക്കെ പേരിട്ട് കൊടുക്കും. എന്ത് സംഭവിച്ചു? ആ ദേശത്ത് പോയി ഈ മഹ്ലോനും കില്യോനും അവിടെയുള്ള പെൺമക്കളെ വിവാഹം കഴിച്ചു. മഹ്ലോനും കില്യോനും കഴിച്ചു. ഒരാളുടെ ഭാര്യയുടെ പേര് റൂത്തെന്ന്, മറ്റവളുടെ പേര് ഓപ്പ. ഈ ഓപ്പ രണ്ടുപേരെ കല്യാണം കഴിച്ചതായിട്ട് ഈ 2 മക്കളും ഈ സ്ത്രീക്ക്, നവോമിക്ക് അവസാനം ഭർത്താവ് നഷ്ടപ്പെടുന്നു. 10 കൊല്ലത്തിനിടയ്ക്ക് ഭർത്താവ് മരിച്ചു പോകുന്നു. 2 ആൺമക്കളും. ആ ഒരു സ്റ്റേജ്. അതുകൊണ്ടാണ് നവോമി പറയുന്നുണ്ട്, എന്നെ ഇനി നവോമി എന്ന് വിളിക്കണ്ട. നവോമി മീൻസ് പ്ലസൻറ്റ്. അവൾക്ക് നവോമിയുടെ പേരിൻ്റെ അർത്ഥം അതാണ്. പക്ഷെ നവോമി പറയുന്നു, എന്നെ ഇനിയും പ്ലസൻ്റ് അല്ലെങ്കിൽ സന്തോഷവതി എന്ന് നിങ്ങൾ വിളിക്കണ്ട, എന്നെ അല്ലെങ്കിൽ കയ്പുള്ളവളെന്ന് വിളിച്ചാൽ മതി എന്ന്. നമ്മളാണേലും പറയൂലേ, നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വന്ന് ദൈവം തന്ന്, ഞാനപ്പോൾ പുറകോട്ട് നമ്മളൊക്കെ ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ, ഇവൻ ചെറുപ്പക്കാർ, ദൈവം നമുക്ക് അനുഗ്രഹങ്ങൾ തരാഞ്ഞിട്ടല്ല. ദൈവം തന്ന അനുഗ്രഹമാണെന്നൊക്കെ നമുക്കറിയാൻ വയ്യ. നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്ന പോലെ നമുക്ക് 2 കൈ, 10 വിരൽ, കാല്, കണ്ണ്, മൂക്ക്, ചെവി, ബുദ്ധി, ജ്ഞാനം, ഇതൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും പോരാതെ നമ്മൾ അന്ധകാരത്തിന് അടിമയായിട്ട് ദൈവം ചെയ്ത നന്മകൾ മനസ്സിലാക്കാതെ വേറെ എവിടെയെങ്കിലും നന്മ കിട്ടുമെന്ന് വിചാരിച്ച് ദൈവത്തോട് ചോദിക്കാതെ നവോമി കാണിച്ചതുപോലെ അവളുടെ ഭർത്താവും 2 ആൺമക്കളും കൂടെ ഭക്ഷണത്തിന് വേണ്ടി മൊവാബ്യ ദേശത്ത് പോകുന്നു. നമ്മളുമൊക്കെ ഈ മണ്ടത്തരം കാണിക്കുന്നില്ലേ? അതുകൊണ്ട് സ്വന്തം ദേശം നിൽക്കണ്ട എന്നല്ലല്ലോ ഞാൻ പറയുന്നത്. ദൈവത്തോട് പ്രത്യേകം ചോദിക്കണം. ദൈവം പറഞ്ഞേനെ, ഒരു പക്ഷേ അവർ ഇവിടെ തന്നെ നിൽക്കുക, നിനക്ക് ഞാൻ മന്ന തരാമെന്ന് പറഞ്ഞേനെ. അതല്ല, വിട്ടതുമായിരിക്കാം. എങ്ങനെയെങ്കിലും ആട്ടെ, വേദപുസ്തകത്തിൽ വീണ്ടെടുപ്പിൻ്റെ ഒരു പുസ്തകമാണ് ഈ റൂത്തിൻ്റെ ബുക്ക്. നവോമിക്ക് എല്ലാം നഷ്ടപ്പെട്ടിട്ട് വീണ്ടും അവൾ കേൾക്കുന്നു, ദേശത്തെ ഭക്ഷണം ഉണ്ടായി. അത് ദേശത്തെ ക്ഷാമം മാറിയപ്പോൾ സ്വന്തം ദേശത്തേക്ക് ഇവർ തിരിച്ചു വരുന്നതാണ് 1-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. ഇതിനു മുമ്പേ നവോമി പറയുന്നുണ്ട്, മൂത്ത മോളോട് പറയുന്നു, മരുമക്കളെ വിളിച്ചേച്ച് പറയുന്നു, എനിക്ക് വേറെ മക്കളെ തരാനില്ല, നിങ്ങൾ പൊയ്ക്കൊള്ളുവീൻ. അങ്ങനെ ഓപ്പ കരഞ്ഞു പിടിച്ചിട്ട് അമ്മായിമ്മയോട് വിടുതൽ പറഞ്ഞു പോകുന്നു. എന്നാൽ റൂത്ത് പറയുന്ന ഒരു ഭാഗമുണ്ട്, നിന്നെ വിട്ടുപോകുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അവൾ പറയുന്നിങ്ങനെ, നിന്നെ വിട്ടുപിരിയാനും, റൂത്തിൻ്റെ 1:16, നിൻ്റെ കൂടെ വരാതെ മടങ്ങിപ്പോകുവാനും എന്നോട് പറയരുത്. നീ പോകുന്നിടത്ത് ഞാനും പോകും, നീ പാർക്കുന്നിടത്ത് ഞാനും പാർക്കും. നിൻ്റെ ജനം എൻ്റെ ജനം, നിൻ്റെ ദൈവം എൻ്റെ ദൈവം. ഇതാണ് ഒരു ഉടമ്പടി. ജീവിതത്തിൽ ഒരു ഉടമ്പടി എടുക്കണം. എന്ത് കഷ്ടം വന്നാലും എന്ത് പ്രശ്നം വന്നാലും ഞാൻ എൻ്റെ ദൈവത്തോട് തന്നെ നിൽക്കും. അല്ല അപ്പുറത്ത് അവിടെ പോയി എളുപ്പം കിട്ടും. ഈ ഉടമ്പടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ ഉടമ്പടികളെക്കുറിച്ച് ഉടമ്പടി ദൈവവുമായിട്ടാണ്, വേറൊരു വ്യക്തിയുമായിട്ട് ഉടമ്പടി എടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. ഉടമ്പടി, കവനൻറ്റ്, ബിബ്ലിക്കൽ ഉടമ്പടി, അതായത് ബൈബിൾ പ്രകാരം ഉടമ്പടി എന്ന ദൈവവും മനുഷ്യൻ. അബ്രഹാമിനോട് ദൈവം ഉടമ്പടി കൊടുത്തു. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അബ്രഹാമിനെ കൊണ്ട് ദൈവം യാഗം കഴിപ്പിക്കുന്നുണ്ട്. ഒരു കാളക്കിടാവിനെയും ആട്ടിൻകുട്ടിയെയും പിന്നെ 2 ആട്ടിൻകുട്ടിയെയും പിന്നെ പ്രാവിനെയും കൂടെ കൊണ്ടുവന്നിട്ട് അത് യാഗവസ്തുവായിട്ട് വെച്ച് കഴിഞ്ഞിട്ടാണ് ദൈവം ഉടമ്പടി ഉറപ്പിക്കുന്നത്. ബ്ലഡ് കവനൻറ്റ്, വിശുദ്ധ രക്തം കൊണ്ട് ഉടമ്പടി കൊടുക്കുന്നത് പോലെ പഴയ നിയമത്തിൽ മൃഗങ്ങളുടെ രക്തം കൊണ്ട് ഉടമ്പടി കൊടുത്തപ്പം ദൈവം പറയുന്നു, അബ്രഹാമേ, നീ മണ്ടത്തരം കാണിച്ചാലും ഞാൻ മാറുകയില്ല, നീ അസത്യം ചെയ്താലും ഞാൻ നിൻ്റെ കൂടെയുണ്ട്, നിൻ്റെ അവിശ്വസ്തതയ്ക്ക് ഞാൻ വിശ്വസ്തനായിട്ട് നിൽക്കും, നിൻ്റെ ബലഹീനതയെ കവർ ചെയ്യുന്നത് ഞാനായിരിക്കും. അതാണ് ഉടമ്പടി. ഉടമ്പടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ, ദൈവവുമായിട്ടൊരു ഉടമ്പടി എടുത്താൽ നമ്മൾ തെറ്റിയാലും ദൈവം മാറുന്നില്ല. ആ ഒരു സത്യമാണ് റൂത്തിൻ്റെ ബുക്കിലും മനസ്സിലാക്കുന്നത്. ദൈവം ദേശത്ത് ക്ഷാമം വന്നപ്പോൾ മൊവാബ്യ ദേശത്ത് പോയി. നിന്നോട് ആരോട് പറഞ്ഞു മൊവാബ്യ ദേശത്ത് പോയി മാലോക്കിനെയും പിന്നെ ബാൽ വിഗ്രഹങ്ങളെയൊക്കെ വിളിക്കുന്നവൻ്റെ പുറകെ പോകാൻ? നിന്നോടാര് പറഞ്ഞു? അങ്ങനെയല്ലേ? എന്താണ് നമ്മൾ മോളോക്കിനൊക്കെ സാക്രിഫൈസ്, മനുഷ്യനെ സാക്രിഫൈസ് ചെയ്യുന്ന സ്ഥലത്ത് പോയി ആർക്കറിയാം ഇവരുടെ മക്കൾ എങ്ങനെയാണ് നഷ്ടപ്പെട്ടതെന്ന്? ചോദ്യങ്ങൾ. നമുക്കുമൊക്കെ ഇത് വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം, ദൈവമേ മണ്ടത്തരങ്ങൾ ചെയ്യാൻ ഞങ്ങളെ വിട്ടുകൊടുക്കരുതെന്ന്.
അങ്ങനെ ദേശത്ത് ബേത്ലഹേമിൽ വീണ്ടും ഭക്ഷണമുണ്ടെന്നറിഞ്ഞിട്ട് വീണ്ടെടുപ്പുകാരനാകുന്ന ദൈവം ഇവരെ ഓർപ്പിക്കുകയാണ്. ഇവർ തിരിച്ചു പോവുകയാണ്. അതാരുടെ കൂടെ പോന്നു? നവോമിയുടെ കൂടെ, റൂത്ത് മാത്രം. നവോമിയുടെ കൂടെ ചെല്ലുന്നുണ്ടേ, അവിടെ ചെല്ലുമ്പോൾ അവർ പറയുന്നു, അവിടുത്തെ സ്ത്രീകളെല്ലാം ഓടി. അതാണ് ആ പണ്ടത്തെ ആളുകളുടെ സ്നേഹമുണ്ട്. സ്ത്രീജനങ്ങളെല്ലാം ഓടി വന്ന് ഇവരെ കാണാൻ. ഇപ്പോൾ നവോമി തന്നെയല്ല, റൂത്ത് കൂടെയുണ്ട്. അവൾ അവരോട് പറഞ്ഞു, നവോമി എന്നല്ല മാറ എന്ന് എന്നെ വിളിപ്പീൻ. സർവശക്തൻ എന്നോട് ഏറ്റവും കയ്പായത് പ്രവർത്തിച്ചിരിക്കുന്നു. നിറഞ്ഞവളായി ഞാൻ പോയി, ഒഴിഞ്ഞവളായി യഹോവ എന്നെ മടക്കി വരുത്തിയിരിക്കുന്നു. യഹോവ എനിക്ക് വിരോധമായി സാക്ഷീകരിക്കുകയും സർവശക്തൻ എന്നെ ദുഃഖിപ്പിക്കുകയും ചെയ്തിരിക്കെ നിങ്ങൾ എന്നെ നവോമി എന്ന് വിളിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു. അങ്ങനെ നവോമി മൊവാബ് ദേശത്ത് നിന്ന് കൂടെ പോകുന്ന മരുമകൾ റൂത്ത് എന്ന മൊവാബ്യ സ്ത്രീയുമായി മടങ്ങി വന്നു. ഒരു മടക്കി വരവാണ് റൂത്തിൻ്റെ ബുക്ക്. അതാണ് ഇവിടെ നിർത്തുകയാണ് ഞാൻ. അതിപരിശുദ്ധനായ ദൈവത്തിൻ്റെ നാമത്തിൽ, ദൈവത്തിൽ നിന്നും സത്യവെളിച്ചത്തിൽ നിന്നും മാറി മൊവാബ്യദേശത്തു പോയവർ നഷ്ടം സംഭവിച്ചിട്ട് ചെയ്യുന്നതെല്ലാം മണ്ടത്തരമാണല്ലോ എന്ന് വിചാരിക്കുന്നവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായിട്ട് മുറിക്കകത്ത് ഗബ്രിയേൽ ദൂതൻ കടന്നു എന്ന് വചനം കുടുക്കുകയാണ്. തിരിച്ചുപോ മോളെ, തിരിച്ചുപോ. ദൈവത്തിൻ്റെ വചനമാണ്, തിരിച്ചുപോ. നിന്നെ എവിടെയാണ്, അതായത് നീ ബേത്ലഹേമിൽ നിൻ്റെ ദേശത്തെ ഭക്ഷണം ഞാൻ അയച്ചിരിക്കുന്നു. നിൻ്റെ പോക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, നിൻ്റെ വ്യഭിചാര സ്വഭാവം ഞാൻ അറിഞ്ഞിരിക്കുന്നു. ഇത് ആത്മീക വ്യഭിചാരമാണല്ലോ. ആദ്യമേ സത്യദൈവത്തെ പറഞ്ഞിരുന്നെങ്കിൽ നവോമിക്ക് പറയായിരുന്നു, എലിമേലെക്കിന് പറയായിരുന്നു, നമുക്ക് ദൈവത്തോടൊന്ന് ആലോചന. ആരും ചോദിച്ചില്ലല്ലോ. ബേത്ലഹേമിൽ വേറെ ആരും ഇല്ലായിരുന്നു. അവിടെ കുറേ ബാക്കി വായിക്കുന്നുണ്ടല്ലോ, ബാക്കി പാവം പിടിച്ച സ്ത്രീകളും പുരുഷന്മാരും അവിടെ. അപ്പോൾ അവർ പോകാത്തവരും ഉണ്ടായിരുന്നു. എന്തിനു നീ പോയി? കുറച്ച് സുഖം. എങ്ങനെ? ദൈവത്തെ ഇല്ലാത്ത സുഖം. ഇതുതന്നെയാണ് ഇന്നും നടക്കുന്നത്. നമ്മളൊരു മൈഗ്രേഷനാണ് നമ്മളെല്ലാവരും. ഒന്നുകിൽ എവിടെയെങ്കിലും ചെക്കേറി പോകണം. ഒന്നിൽ യുണൈറ്റഡ് കിങ്ഡം ആയിരിക്കും, അല്ലെങ്കിൽ അമേരിക്ക ആയിരിക്കും, അല്ലെങ്കിൽ സൗദി ആയിരിക്കും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ്, അല്ലെങ്കിൽ എല്ലായിടത്തും നമ്മൾ പോകും. എന്നിട്ട് പോകുന്നിടത്ത് ദൈവത്തെ ഉൾക്കൊണ്ടുന്നുണ്ടോ, അല്ല നമ്മുടെ ദൈവം എൻ്റെ കൂടെ ഉണ്ടോ, അതായത് നിൻ്റെ ക്ലാൻ അല്ലെങ്കിൽ നിൻ്റെ കുടുംബത്തെ നീ മുറുകെ പിടിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യമാണ്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്കറിയാവുന്ന പലരും ഉണ്ട് അമേരിക്കയിൽ പോയിട്ട് അവർ ഇന്നും ഈ ദൈവത്തിൻ്റെ വിശ്വസ്തത ഉറപ്പിച്ച് നിർത്ത് ആ ദേശത്ത് വിളക്കായിട്ട് നിൽക്കുന്നവരുണ്ട്. സത്യദൈവത്തെ അറിയുന്നവർ ആത്മാവിൽ അവിടെ ജീവിക്കിച്ച് വെളിച്ചമായിട്ട് നിൽക്കുന്നവരാണ്. എന്നാൽ അവിടെ പോയി നശിച്ചവർ ഒത്തിരി പേരുണ്ട്. പല കുടുംബങ്ങളും നശിച്ചു പോകുന്നതും അമേരിക്കയിൽ, ഓസ്ട്രേലിയ, ഇവിടെ എല്ലാം പോയിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടേ, വീണ്ടെടുപ്പിൻ്റെ ദൈവം തിരിച്ചൊരു വിളിക്കുമ്പോൾ നീ എവിടെയായിരിക്കും, നമ്മൾ തിരിച്ചു പോവാ. ദൈവം വിളിക്കുകയാണ്, തിരിച്ചു പോവാ, കം ബാക്ക് എന്ന്. തിരിച്ചു വരവിൻ്റെ ഒരു ദിവസം, വീണ്ടെടുപ്പിൻ്റെ ഒരു ദിവസം, ആത്മാവിനെ വിളിച്ചു മാറ്റുന്ന ദൈവം. ഞാൻ ഈ നവോമിയുടെ ഒരു വിനയം വന്നു. നവോമിയെ വിനയം പഠിപ്പിക്കുകയാണ് ചെയ്തത്. അതായത് ഭർത്താവും 2 ആമക്കളും ഉള്ളപ്പോൾ അവരിതൊന്നും ചോദിച്ചില്ല. ഇന്നെല്ലാം നഷ്ടപ്പെട്ട സ്ത്രീ മനുഷ്യൻ്റെ മുമ്പിൽ അവരുടെ അതായത് ബലഹീന സ്ഥിതി വിളിച്ചു പറയാണ്. അവരുടെ ബലഹീനത കേൾക്കാൻ എൻ്റെ കൂടെ മക്കളില്ല, ഭർത്താവുമില്ല. ആ ഒരു സ്ഥിതി എന്ന് പറയുന്ന ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം, ഒരു പ്രാസംഗിക പറഞ്ഞതുപോലെ, ഒരു സ്ത്രീക്ക് ഒരു മകനോ മകളോ ഉണ്ടാകുന്ന പ്രസവ വേദനയെക്കാട്ടിലും വലിയ വേദന സ്വന്തം മക്കൾ ദൈവത്തിൽ നിന്ന് അകന്ന് അറിയാതെ നടക്കുമ്പോഴാണ്. ദൈവത്തെ മറുത്ത് ജീവിക്കുന്നു. അങ്ങനെയുള്ള ശാപം നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് വേരോട് പറിച്ചെടുത്ത് കളഞ്ഞ് ദൈവം പുതിയതാക്കി ഒരു സൃഷ്ടിയാക്കി മാറ്റട്ടെ. ദൈവം അത് ചെയ്യും. ദൈവം അത് ചെയ്യാതിരിക്കാൻ, കാരണം അവൻ്റെ വിശ്വസ്തതയാണ്. പറഞ്ഞില്ലേ, കവനൻ്റ്, ഉടമ്പടി ദൈവമായി ചെയ്തെങ്കിൽ അവനത് ചെയ്യിപ്പിച്ചേ പറ്റത്തുള്ളൂ. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മൾ കണ്ണുനീരോടുകൂടി വിതയ്ക്കുകയാണ്. ആർപ്പോടെ കൊയ്തെടുക്കുന്ന ഒരു ദൈവം നമ്മുടെ മുമ്പിൽ. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. പ്രാർത്ഥിക്കാൻ പോകും. നാഥ, നിൻ്റെ മുമ്പിലേക്ക് വിഷയമേൽപ്പിക്കുക. ഒരു വീണ്ടെടുപ്പാണ്. വേദപുസ്തകം മുഴുവനും നഷ്ടപ്പെട്ടെടുത്തുനിന്ന് പിടിച്ച് തിരിച്ചു കൊണ്ടുവരുന്ന വീണ്ടെടുപ്പ്. റൂത്തിൻ്റെ ബുക്കും അങ്ങനെ തന്നെയാണ്. നഷ്ടപ്പെട്ടെടുത്തുനിന്ന് മൊവാബ്യ ദേശത്ത് പോയി അവരുടെ ഭർത്താവും 2 ആൺമക്കളും മരിച്ചു പോയി കഴിഞ്ഞ് ഒന്നുമില്ലാത്ത സ്ത്രീയെ ദേശത്തെ വിളവുണ്ട് എന്ന് മനസ്സിലാക്കി, ക്ഷാമം മാറിയെന്ന് മനസ്സിലാക്കി ആ സ്ത്രീ തിരിച്ചു വരികയാണ്.
കൂടെ ഒരു മരുമകളും കൂടെ, മൊവാബ്യ സ്ത്രീ. അവൾക്കെന്തോ സ്വന്തം ദേശത്ത് എന്തോ കുറവുണ്ടെന്ന് മനസ്സിലാക്കി, ഈ സ്ത്രീ വിളിക്കുന്ന ദൈവം നല്ലതെന്ന് മനസ്സിലാക്കി ആ അമ്മായിമ്മയുടെ കൂടെ നിന്ന് തിരിച്ചു വന്ന് ദൈവത്തിൻ്റെ ആ വലിയ ഒരു വിളിക്ക് അവളെ കൂടെ പാത്രമാക്കുമ്പോൾ, ഏത് ജാതിയിൽപ്പെട്ടാലെന്താ, ദൈവം ഒരാളെ വിളിച്ചു മാറ്റുമ്പോൾ, ദൈവം അവളെ സ്വീകരിക്കുമ്പോൾ, എൻ്റെ ബലഹീനതകളും മറന്ന് സകലവിധ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറയ്ക്കുന്ന ഒരു പുതിയ വരം അവരുടെ മേലിട്ട് കൊടുത്തു. ഇത് ഞാൻ നിൻ്റെ കൂടെ, നിൻ്റെ ദൈവം എൻ്റെ ദൈവമെന്ന് പറയാൻ തക്കവണ്ണം അവരുടെ ഹൃദയത്തെ തുറന്ന ദൈവത്തിൻ്റെ വിശ്വസ്തത. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കുന്ന ദൈവം ഇറങ്ങി വന്ന് ഒരു വീണ്ടെടുപ്പുകാരനെ കൊടുത്ത് അവരിൽ കൂടെ ക്രിസ്തുവിൻ്റെ വംശാവലി തുടർന്നായിട്ട് നമ്മൾ കാണുന്നു. ഇത്ര മഹാഭാഗ്യത്തിന് നവോമിയെയും റൂത്തിനെയും നീ തിരഞ്ഞെടുത്തല്ലോ. അതുപോലെ അനേക കുടുംബങ്ങളിൽ ഭാരപ്പെട്ട് വേദനയോട് കരയുന്ന അമ്മമാരുണ്ട്, അപ്പന്മാരുമുണ്ട്. ഇവിടെ മക്കളെക്കുറിച്ച് ഭാരപ്പെടുന്നിടത്ത് ഒരു വീണ്ടെടുപ്പുകാരനായിട്ട് യേശു ക്രിസ്തു അധികാരത്തോടെ ബലത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിൽ യഹൂദയുടെ സിംഹം കടന്നു വന്ന് പ്രവർത്തിച്ചേ പറ്റും. ദൈവം അത് ചെയ്യുന്നതിന് സ്തോത്രം. പ്രാർത്ഥനയുടെ ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ ആമേൻ.